ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ 4 മണിക്ക് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ചായക്ക് കടിയിൽ നിന്ന് അവിലും ശർക്കരയും നാളികേരം കൂടിയും കുഴച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ്, പക്ഷെ അച്ഛനും ഏട്ടനും ഒക്കെ ചായയിലിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ചായയിൽ അവിലും നാളികേരവും ശർക്കരയൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നതാണ് ഓർക്ക് ഇഷ്ടം. അപ്പോൾ ഓർക്ക് കുറച്ച് നാളികേരം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ. അപ്പം മക്കൾ കുറേ നേരമായി ചായ ചോദിക്കണേ. അപ്പോൾ അവർക്ക് അതൊക്കെ ഒന്ന് കുഴച്ചിട്ട് എല്ലാവർക്കും പാത്രത്തിലാക്കി കൊടുത്തുട്ടോ. അപ്പോൾ കുഞ്ഞാറ്റുണ്ട് ഇവിടെ, അനുമോളും ഉണ്ട് നിൽക്കണേ, അതുപോലെ നന്തുട്ടിയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല കളിയിലാണ്. അപ്പോൾ നന്തുട്ടൻ ഓരോ പിന്നാലെ ഓടി കളിക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ കണ്ണനും ഏട്ടനും അച്ഛനും ഒന്നും ആയിട്ടില്ല, അവർക്കിങ്ങനെ ചായ കൊടുക്കണം. അപ്പോൾ നന്തുട്ടൻ കളിക്കുക തന്നെയാണ് കേട്ടോ. ഇപ്പം എല്ലാവരും സ്കൂളിലായിട്ട് എല്ലാവരും ഉണ്ടാവുകൊണ്ടേ നല്ല കളിയാണ്. അപ്പോൾ നന്ദുട്ടിക്ക് ചായ ഒന്നും വേണ്ടായിരുന്നു, ചായ കൊടുത്തപ്പോൾ ഓന് വത്തയ്ക്ക മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനോന് വത്തയ്ക്ക കൊടുത്തു. വത്തയ്ക്ക നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വത്തയ്ക്ക കൊണ്ടുവരും. അപ്പോൾ മുറിച്ച കഷ്ണം വല്ലാതെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഓൻ പറഞ്ഞ രീതിയിൽ മുറിക്കായിട്ട് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. എന്നാലും അത് വാങ്ങി കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിറക് പൊറുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അടുത്തുള്ള ഈ ഒരു തൈമരത്തിൽ നിന്നും ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചുള്ളലുകൾ ചാടും കേട്ടോ. അപ്പോൾ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടേ വിറക് ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ എങ്കിൽ ചുള്ളൽ കുറവാണ് കേട്ടോ. രാവിലെ തീ പിടിച്ച് കിട്ടണമെങ്കിൽ ചുള്ളൽ തന്നെ വേണം. അപ്പം ഞാൻ അതിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ പോകലുണ്ട് കേട്ടോ. ഓരോ പിടി ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ 2-3 ദിവസത്തിനുണ്ടാവും. അപ്പോൾ നന്ദോട്ടനും ഉണ്ട് അനുമോളും ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ 3 കൂടി അങ്ങനെ പോയി. ദൂരമൊന്നും പോയിട്ടില്ല കേട്ടോ, അടുത്തുനിന്ന് തന്നെ കുറച്ച് ചുള്ളൽ എനിക്ക് കിട്ടി. അപ്പോൾ ദൂരമൊക്കെ പോകാൻ പേടിയാണ് കേട്ടോ, താഴത്തേക്കൊക്കെ പോകാനും ഒറ്റയ്ക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വേണം ഒപ്പം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ഓലക്കൊടി വെട്ടി വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ വൈകുന്നേരം കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓലക്കൊടി എന്ന് പറഞ്ഞാൽ ഇവിടെ തെങ്ങില്ല കേട്ടോ, ഇവിടെ തെങ്ങ് ഇങ്ങനെ ആവണേ ഉള്ളൂ. അപ്പോൾ ഇത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പട്ട ചാടിയതാണ്. അപ്പോൾ അവിടുത്തെ അമ്മായിനോട് പറഞ്ഞു ഓലക്കൊടിയൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ. പട്ടയൊക്കെ എടുക്കാൻ പറഞ്ഞു, പക്ഷേ ഞാൻ ഓലക്കൊടി മാത്രമേ എടുത്തുള്ളൂ. എന്താ പറയുക, തെങ്ങുമട്ടൽ അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാവർക്കും വിറകില്ലാത്തല്ലേ, അപ്പോൾ ഒരു കത്തിച്ചോട്ട് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഓലക്കൊടി ഉണ്ടെങ്കിൽ തീ പിടിപ്പിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അച്ഛനും മകനും കൂടി നല്ല പന്ത് കളിയാണ് കേട്ടോ. ഓനിങ്ങനെ ആരെങ്കിലുമൊക്കെ ഒപ്പം കളിക്കാൻ കൂടുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ണനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പിത്തനെ കാട്ടാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കളി അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നാളികേരമൊക്കെ പൊളിച്ചത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ ഒരു ദിവസം വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് നാളികേരം കൊണ്ടുവന്നതാണ് കേട്ടോ. നാളികേരം നമ്മൾ വാങ്ങലാണ്. പിന്നെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് പോകുമ്പോൾ അങ്ങനെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഏട്ടനാണ് എന്നും പൊളിച്ചേരൽ. അപ്പോൾ ഏട്ടനവിടെ കുട്ടീനൊപ്പം കളിക്കുകയല്ലേ എഴുതിയിട്ട് ഞാൻ പൊളിക്കുന്നു. പിന്നെ ഏട്ടൻ വന്നിട്ട് പൊളിച്ചു തന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം നാളികേരം പൊളിച്ച് വെച്ചു. പിന്നെ പുറത്തത്തെ മിറ്റടിക്കലും അല്ലേതും കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി മേലൊക്കെ കഴുകിയിട്ടോ. അതിന് ശേഷം അകമൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കുറേ ആയിന് വന്നിട്ട്, അപ്പോൾ അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കാലുവേദനയും ഊരവേദനയൊക്കെയാണ്. അപ്പോൾ നാളെ അമ്മേനെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ നാളത്തേക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇതൊക്കെ, തുടച്ചിടുന്നതൊക്കെ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പോവാമല്ലോ. 9 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ തുടയൊക്കെ എന്നാണ്ട് കഴിച്ച് വെച്ചാലേ നാളെ പിന്നെ അതിനൊന്നും കൂടൂല. അപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചിക്കനിലേക്കുള്ളതൊക്കെ അനുമോൾ അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ഒക്കെ എപ്പോഴും ഉള്ളൊരു പരാതിയാണ്, അമ്മ എല്ലേതും നന്നാക്കാൻ തരും, എന്നെ കൊണ്ട് അരിയാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്നോളം അരിഞ്ഞോട്ടെ ഞാനോട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കണ്ണെന്നൊക്കെ നല്ലോണം കണ്ണീരൊക്കെ വന്നിട്ടാണ് അങ്ങനെ ഉള്ളിനീര് തട്ടിയിട്ട് അരിഞ്ഞെടുക്കണത് കേട്ടോ. അപ്പോൾ അതിനൊന്നും നോക്ക് കുഴപ്പമില്ല. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നാക്കി ഇട്ടു കേട്ടോ. എന്നിട്ട് അത് ഒന്ന് ചതച്ച് വെക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചിക്കനിലേക്കുള്ള നാളികേരം ഒന്ന് പൂണ്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടാ അത് അവിടെ വത്തയ്ക്ക വെള്ളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അമ്മ വരുന്നുണ്ടല്ലോ, ഒന്ന് അമ്മയ്ക്കും കൂടി ഉള്ളതാണ്ട് ഉണ്ടാക്കി വയ്ക്കുക പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അമ്മ അതാ വരുന്നുണ്ട്. അപ്പോൾ അത് നന്ദുവിൻ്റെ തുണക്കാരനാണ് കേട്ടോ, ആശുവാണ്. അപ്പോൾ 2 ആളെ പേരും ആരുഷാണ് കേട്ടോ, 2 ആരുഷ്മാരാണ്. അപ്പോൾ അമ്മ വന്നപ്പോഴുള്ള സാധനങ്ങളൊക്കെ തിരയുകയാണ് കേട്ടോ. അമ്മമ്മ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ അതൊക്കെ തിരയുകയാണ്. അപ്പോൾ അമ്മ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിച്ച് പൊളിച്ച് തിരയുകയാണ് കേട്ടോ 2 ആളും കൂടി.
ഇവർ രണ്ടാളും ഇപ്പോൾ നല്ല തുണക്കാരാണ് കേട്ടോ. അപ്പോൾ അന്നൊരു പുതിയ വീട് കാണിച്ചു തന്നില്ലേ പാല് കാച്ചൽ ചടങ്ങൊക്കെ, ആ വീട്ടിലത്തെ കുട്ടിയാണ്. ഇവരെപ്പോഴും നല്ല കൂട്ടാണ് കേട്ടോ. നന്ദൂട്ടന് എന്തുണ്ടെങ്കിലും ആശു എന്ന് അവനെ വിളിക്കുക, ആശുവിന് കൊടുക്കണം കേട്ടോ. ആരുഷ് എന്നാണ് പേര്, ആശു എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ പിന്നെ അമ്മേനെ ഊരി വെച്ച് കൊടുത്തു കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര തല്ലാവും. എന്നാലും അധികം വികൃതിയൊന്നുമില്ല കേട്ടോ, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം തന്നെയാണ്. അപ്പോൾ അമ്മ വന്നപ്പോൾ ഇതാ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, നാടൻ മാങ്ങകളാണ്. പിന്നെ പലതരം മാങ്ങകളുണ്ട്, പിന്നെ കുറച്ച് ചീര, അതുപോലെ കുറച്ച് നെല്ലിക്ക, പിന്നെ അയിലമീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലേക്ക് മുളകിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കറി എളുപ്പമാവുമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ മീൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ മാങ്ങയൊക്കെ എല്ലാവരും എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അച്ചയ്ക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ചെറിയ മാങ്ങ അല്ല, നാടൻ മാങ്ങ, അത് കുറേ ആയി കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണേ. സാധാരണ ഒരു ചിക്കൻ റോസ്റ്റ് തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയൊരു സവോള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സവോളയൊക്കെ വലിയതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് മോള്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ സവോള നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നാളികേരം നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നല്ലോ, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇവിടുത്തെ അമ്മ ഇവിടെ അല്ല കേട്ടോ. അമ്മ ചേച്ചീൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയതാണ്, അകമ്പാടത്തേക്ക് പോയതാണ്. ഞങ്ങൾ നാളൊന്നും നിന്ന് വന്നില്ല. അപ്പോൾ ഇനി അമ്മ 2 ദിവസം നിൽക്കട്ടെ അറിഞ്ഞ് പോയതാണ്. അപ്പോൾ ഇവിടെ പാറുണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ഓളയും കൊണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ എല്ലായിട്ട് ഇവിടുത്തെ അമ്മയ്ക്ക് ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറ് കേട്ടോ. അപ്പോൾ അമ്മ മീനൊക്കെ നന്നാക്കി തരികയാണ്. അമ്മ എല്ലായിട്ട് എല്ലാവർക്കും ഇടങ്ങേറുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഒരു തപ്പിപ്പിടിക്കലാണ് അമ്മ എല്ലായിട്ട്. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തു. അതിനുശേഷം അതിലേക്ക് വലിയൊരു തക്കാളി ചേർത്തു കേട്ടോ. അതുപോലെ തന്നെ കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടിയും ചേർത്തു. അപ്പോൾ എപ്പോഴും മക്കൾ പറയലുണ്ട് കേട്ടോ, ചിക്കൻ വയ്ക്കുമ്പോൾ അമ്മ കിഴങ്ങിടി എന്ന് എപ്പോഴും പറയലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇടലില്ല, കിഴങ്ങിട്ടാൽ വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ആവട്ടെ വിചാരിച്ചിട്ട് കുറച്ച് കിഴങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇതാകണേ ചിക്കൻ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഞാൻ ഫ്ലെയിം കൂട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ചിക്കനൊക്കെ ഏകദേശം വെന്ത് തുടങ്ങി. അതിന് ശേഷമാണ് ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങി വയ്ക്കാൻ സമയത്താണ് ചിക്കൻ മസാലയും കുറച്ച് കുരുമുളകും പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ആയിട്ട് ഓഫാക്കി കേട്ടോ. ഇനിയിപ്പോൾ അമ്മ കൊണ്ടുവന്ന ആ മീനൊന്ന് വെക്കണം കേട്ടോ. ഒന്ന് രാവിലേക്ക് പണി എളുപ്പമാവുമല്ലോ വിചാരിച്ചിട്ട് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ മാമ വന്നിരുന്നു കേട്ടോ. മാമയും കുട്ടിയും കൂടി വന്നിരുന്നു. ഓല് ഇതിൽ പോയപ്പോൾ എവിടെ ഒരു കുടിരിക്കലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പോയപ്പോൾ ഇവിടെ കയറിയതാണ്, കുട്ടികളൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ മാമ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു വത്തയ്ക്ക കേട്ടോ. അപ്പോൾ അവർക്ക് വത്തയ്ക്ക വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നെ അതാ കണ്ണൻ്റെ മീനിനെയൊക്കെ കാട്ടി കൊടുക്കുകയാണ് കേട്ടോ. കണ്ണൻ്റെ പോലെ തന്നെ മാമയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മീനുകളെ. മാമേൻ്റെ വീട്ടിൽ കുറേ മീനുകളും കോഴിക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരൊക്കെ പോയി. പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോയി വന്ന വഴിക്ക് ഒരു കുക്കറും ചീനച്ചട്ടിയൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുക്കർ 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളത് വലിയ കുക്കറല്ലേ, പിന്നെ ചെറുത് കേടും വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാളെ നമ്മളെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടു, ആന കുക്കറാണ്, ചീനച്ചട്ടിയൊക്കെ ഒഴിവാക്കാനായിട്ടുണ്ട് എന്നൊക്കെ ഒരു സബ്സ്ക്രൈബർ എഴുതുണ്ടായിട്ടോ. അപ്പോൾ ആ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇടങ്ങേറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും വണ്ടിയിൽ ഒരു കുക്കർ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് കുക്കർ വാങ്ങിച്ചു തന്നതാണ്. ആ ഒരു കമൻറ്റ് തെറ്റായിട്ടല്ല കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. അത് ഒരു പറഞ്ഞത് ശരി തന്നെയാണ്. വലിയൊരു കുക്കറിൽ കുറച്ച് കറിയൊക്കെ വെക്കുമ്പോൾ ആരായാലും പറയും. പിന്നെ അതുപോലെ ചീനച്ചട്ടിയൊക്കെ ഒഴിവാക്കാനായിട്ടുണ്ട്. പക്ഷെ അത് ഒഴിവാക്കാൻ തോന്നിയിരുന്നില്ല കേട്ടോ. അതിൽ എന്തുണ്ടാക്കാനും എളുപ്പമായിരുന്നു, പക്ഷെ കാണാനും ഭംഗിയില്ല എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, കുക്കറൊക്കെ വാങ്ങിയ സന്തോഷത്തിൽ നിന്ന് ഒരു അരിപ്പായസമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണങ്ങല്ലരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങളൊരു പായസം വെച്ചു. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നെയ്യും വണ്ടിയും മുന്തിരിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് നാളികേരക്കൊത്ത് മൂപ്പിച്ചിട്ടു.
അപ്പോൾ എന്നാലും പായസം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്